ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിന്റെ ഓരോ കോണിലും വികസനമെത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി നിയോഗിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പര്യടനം തുടരുന്നു. ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ യാത്ര തിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കും. മണിപ്പൂരിൽ ആഭ്യന്തര കലാപം സംബന്ധിച്ച കേസുകളുടെ വിചാരണയ്ക്കായി പ്രത്യേക എൻഐഎ കോടതിയെ ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിന്റെ ഓരോ കോണിലും വികസനം എത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്കു കിഴക്കൻ മേഖലയുടെ വികസനത്തിന് അതിൽ നിർണായക സ്ഥാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 11 വർഷത്തിനിടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള വികസനമാണ് ഉണ്ടായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. नॉर्थ ईस्ट पूर्वी भारत का सबसे अहम अंग है. हमारे लिए ईस्ट का मतलब सिर्फ एक दिशा नहीं है. हमारे लिए ईस्ट का मतलब है एम्पावर, एक्ट, स्ट्रेंथन एंड ट्रांसफॉर्म. पूर्वी भारत के लिए यही हमारी सरकार की नीति है. यही पॉलिसी, यही प्रायोरिटी आज पूर्वी भारत को, हमारे नॉर्थ ईस्ट को ग्रोथ के सेंटर स्टेज पर लेकर आई है. നാനാത്വങ്ങളുടെ രാജ്യത്ത് വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഇടമാണ് വടക്കു കിഴക്കൻ മേഖലയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, ജ്യോതിരാദിത്യ സിന്ധ്യ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വടക്കു കിഴക്കൻ മേഖലയെ അവസരങ്ങളുടെ നാടായി ഉയർത്തിക്കാട്ടുന്നതിനും ആഗോള ആഭ്യന്തര നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുമാണ് 2 ദിവസത്തെ റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര പര്യടനത്തിനായി കനിമൊഴി എംപിയുടെ നേതൃത്വത്തിലുള്ള 3ാമത്തെ സംഘം റഷ്യയിലെത്തി. ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിയാണ് റഷ്യയെന്നും നയതന്ത്ര വിഷയങ്ങളിലും വ്യാപാരത്തിലും ഇരു രാജ്യങ്ങളും എപ്പോഴും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും കനിമൊഴി കരുണാനിധി പറഞ്ഞു. It becomes very important at this point to reach out to Russia when we have been facing terror attacks time and again. We've lost 26 lives in India. The government of India and the Prime Minister have decided that MPs from across the country from different parties have been sent to represent the India stand against terrorism. സ്പെയിൻ, ഗ്രീസ്, സ്ലോവേനിയ, ലാത്വിയ എന്നീ രാജ്യങ്ങളിലും സംഘം സന്ദർശനം നടത്തും. സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ബ്രസീൽ, ഓസ്ട്രേലിയ, കൊളംബിയ, ഗ്രീസ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ അംബാസഡർമാരുമായി ജപ്പാനിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോളതലത്തിലെ ഭീകരാക്രമണങ്ങൾക്കെല്ലാം പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും ഇന്ത്യൻ പൌരന്മാർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. Every terrorist activity in the world has some or other link in Pakistan. So this time, our Prime Minister has also said it's a new normal. It's enough is enough. You cannot take any more now. If anything happens to our citizens, we will hit back. We will retaliate. ശിവസേന എംപി ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ അബുദാബിയിൽ എത്തിയിരുന്നു. UAE നേതാക്കളുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. നയതന്ത്ര പര്യടനത്തിനായി വരും ദിവസങ്ങളിൽ പുറപ്പെടുന്ന എംപിമാരുടെ പ്രതിനിധി സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ശശി തരൂർ, ബൈജയന്ത് പാണ്ഡ, സുപ്രിയ സുലെ എന്നിവരുമായി നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘങ്ങൾ നാളെയും രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം മറ്റന്നാളുമാണ് വിദേശ പര്യടനം ആരംഭിക്കുക. US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളിലാണ് ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുക. ബൈജയന്ത് പാണ്ഡയുടെ നേതൃത്വത്തിലുള്ള സംഘം സൌദി, കുവൈറ്റ്, ബഹ്റൈൻ, അൾജീരിയ എന്നീ രാജ്യങ്ങളും സുപ്രിയ സുലെ നയിക്കുന്ന സംഘം ഈജിപ്ത്, ഖത്തർ, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. UK, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലാണ് രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം നയതന്ത്ര പര്യടനം നടത്തുക. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. സർക്കാരിന്റെ കഴിഞ്ഞ 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും.
കഴിഞ്ഞ മാസം 21-ന് കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച വാർഷിക ആഘോഷങ്ങൾക്കാണ് ഇന്ന് സമാപനം ആകുന്നത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന ജില്ലാതല യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ കടക്കെണി, ആഭ്യന്തര വളർച്ച, വികസന പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് ഒട്ടേറെ വ്യാജ പ്രചരണങ്ങൾ പുറത്തുവരുന്നതായി മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കേരളം കടക്കെണിയിൽ അല്ലെന്നും ആർബിഐയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തിന്റെ കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കുറവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിച്ച വ്യക്തികൾക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിച്ച് 2 ആനകളും ഗർഭിണിയായ മാനും ചത്തതായി പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. മാലിന്യം ഭക്ഷിക്കാൻ ആനകൾ ഉൾപ്പെടെ കൂട്ടമായി വരുന്ന സാഹചര്യമുണ്ടെന്നും ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. മണിപ്പൂരിൽ ആഭ്യന്തര കലാപം സംബന്ധിച്ച കേസുകളുടെ വിചാരണയ്ക്കായി പ്രത്യേക എൻഐഎ കോടതിയെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തി. മണിപ്പൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് ചുരാചന്ദ്പൂർ ജില്ലയിലെ സെഷൻസ് കോടതിയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി നിയോഗിച്ചത്. മണിപ്പൂരിൽ ഉടനീളം പ്രത്യേക കോടതിക്ക് അധികാര പരിധി ഉണ്ടായിരിക്കുമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തിയ അപ്രതീക്ഷിത സന്ദർശനത്തിൽ എതിർപ്പറിയിച്ച് സർവകലാശാല പ്രസ്താവന പുറത്തിറക്കി. രാഹുൽ ഗാന്ധി സ്റ്റുഡന്റ്സ് യൂണിയൻ ഓഫീസിൽ തങ്ങിയ 1 മണിക്കൂറിലധികം നേരം ഇവിടെ കനത്ത സുരക്ഷാ വലയം ഒരുക്കിയിരുന്നു. ഇത് 2ാം തവണയാണ് യാതൊരു അറിയിപ്പും കൂടാതെ അദ്ദേഹം ഇവിടെ എത്തുന്നതെന്നും സന്ദർശനത്തെ അപലപിച്ചുകൊണ്ട് ഡൽഹി സർവകലാശാല വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ കിരു ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിനും മറ്റ് 5 പേർക്കുമെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. 2022-ൽ കിരു ജലവൈദ്യുത പദ്ധതിയിൽ സിവിൽ ജോലികൾക്കായി 2200 കോടി രൂപയുടെ കരാർ അനുവദിച്ചതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു നക്സലൈറ്റ് കൊല്ലപ്പെട്ടു. സുക്മ ജില്ലയിലെ കിസ്താറാം പ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത്. പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-ന് ലക്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ലക്നൌ സൂപ്പർ ജയന്റ്സ് 33 റൺസിന് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷം അടുത്ത 2 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയും അറിയിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഹാർവാർഡ് സർവകലാശാലയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നത് വിലക്കി ട്രംപ് ഭരണകൂടം. ഇത് സംബന്ധിച്ച് US ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റി നോം സർവകലാശാലയ്ക്ക് കത്തെഴുതി. ഹാർവാർഡിലെ നിലവിലുള്ള വിദേശ വിദ്യാർത്ഥികളെ മറ്റ് സർവകലാശാലകളിലേക്ക് മാറ്റുന്നതിനും വിദ്യാർത്ഥികളുടെ നിയമപരമായ പദവി നഷ്ടപ്പെടുത്താനും ഈ നീക്കം കാരണമാവുമെന്ന് കത്തിൽ പറഞ്ഞു. US സർക്കാരിന്റെ നിബന്ധനകൾ പാലിക്കുന്നതിൽ ഹാർവാർഡ് സർവകലാശാല പരാജയപ്പെട്ടതിനാലാണ് നടപടിയെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിന്റെ ഓരോ കോണിലും വികസനം എത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി നിയോഗിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പര്യടനം തുടരുന്നു. ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ യാത്ര തിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കും. മണിപ്പൂരിൽ ആഭ്യന്തര കലാപം സംബന്ധിച്ച കേസുകളുടെ വിചാരണയ്ക്കായി പ്രത്യേക NIA കോടതിയെ ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.